UDF സർക്കാരിന്റെ വിഴിഞ്ഞം കരാർ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് ഗുരുതരമായ കണ്ടെത്തലുമായി CAG. കൺസോർഷ്യം കാലാവധി 30 വർഷത്തിൽ നിന്നും 40 വർഷമാക്കിയത് നിയമവിരുദ്ധം. ഇതിലൂടെ 30 കോടിയോളം രൂപയുടെ അധിക വരുമാനമാണ് അദാനി കമ്പനിക്ക് ലഭിക്കുക. ഓഹരി ഘടനയിലെ മാറ്റവും സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കിയതായി CAG കണ്ടെത്തി. UDF സർക്കാർ അദാനി ഗ്രൂപ്പുമായി ഉണ്ടാക്കിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് CAG റിപ്പോർട്ടിലുള്ളത്. നിലവിൽ PPP മോഡലുകൾക്ക് കൺസെഷൻ കാലാവധി 30 വർഷമാണ്. എന്നാൽ വിഴിഞ്ഞത്തിൽ ഇത് 40 വർഷമാക്കിയത് നിയമവിരുദ്ധമാണ്. 10 വർഷം അധികം നൽകിയതിലൂടെ അദാനി കമ്പനി നേടുന്നത് 29,217 കോടിയുടെ അധിക വരുമാനം. കരാർ കാലാവധി 30 വർഷമാക്കണമെന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ ശുപാർശയും അട്ടിമറിക്കപ്പെട്ടു. ആവശ്യമെങ്കിൽ കരാർ 20 വർഷം കൂടി നീട്ടി നൽകാമെന്ന വ്യവസ്ഥ ചട്ടവിരുദ്ധവും ഇതിലൂടെ 61,095 കോടിയുടെ അധിക വരുമാനം അദാനിക്ക് ലഭിക്കുമെന്നും CAG വിമർശിക്കുന്നു. ഓഹരി ഘടനയിൽ മാറ്റം വരുത്തിയതും സർക്കാരിന് നഷ്ടമുണ്ടാക്കി. ഇതിലൂടെ 283.8 കോടിയുടെ അധിക ഓഹരിയാണ് സർക്കാരിലെത്തിയത്. 121 കോടി പലിശ ഇനത്തിൽ മാത്രം അധികം. ആരും ആവശ്യപ്പെടാതെയാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ഉന്നതാധികാര സമിതി വരുത്തിയതെന്നും CAG വിമർശിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് യൂസേഴ്സ് ഫീ ഈടാക്കാനുള്ള തീരുമാനവും അദാനി കമ്പനിക്ക് അധിക വരുമാനം നൽകും. 943.62 കോടി രൂപ VGFനായി നൽകുന്നതിന് പകരം 123.75 കോടി രൂപ അധികം നൽകി. ഒപ്പം തന്നെ COD 15 വർഷമാക്കിയതിലൂടെ 2,153 കോടി രൂപ സർക്കാരിന് വരുമാന നഷ്ടവും ഉണ്ടാകുമെന്ന് CAG വിമർശിക്കുന്നു. UDF സർക്കാരിന്റെ വിഴിഞ്ഞം കരാറിനെതിരെ ഉയർന്ന വിമർശനങ്ങളും വിവാദങ്ങളും ശരിവെക്കുന്നതാണ് CAG റിപ്പോർട്ട്. S. ഷീജ, തിരുവനന്തപുരം. വിഴിഞ്ഞം കരാറിലെ CAG റിപ്പോർട്ട് ഗൗരവമുള്ളതെന്ന് VM സുധീരൻ. സമഗ്രമായ പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നും സുധീരൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുധീരന്റെ പ്രതികരണം. വിഴിഞ്ഞം കരാർ പരിശോധിക്കാൻ തയ്യാറെന്ന് ഉമ്മൻചാണ്ടി. VSന്റെ കാലത്തെ ടെൻഡറും തന്റെ കാലത്തെ കരാറും പരിശോധിക്കാമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അപ്പം നമ്മുടെ ഓൾ ഇന്ത്യ നോംസ് അനുസരിച്ച് ഇത് മൂന്നാമത്തെ ടെൻഡർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അവർ നെഗോഷിയേറ്റ് ചെയ്ത് അവരെ കൂടി നിർബന്ധിച്ച് വരുത്തി നമ്മൾ വെച്ച് ഒപ്പുവെച്ചതാണ്. ഇനി എന്തെങ്കിലും തർക്കമുണ്ട് അന്വേഷിച്ചോ. അന്വേഷിക്കുമ്പോൾ ഒന്നേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള ആ കരാറും ശ്രീ അച്യുതാനന്ദൻ ഒപ്പിട്ടിട്ട് അന്ന് നടത്തിയ ടെൻഡറിൻ്റെ കരാറും രണ്ടിലേതാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് യോജിച്ചതെന്ന് തീരുമാനിച്ചോ. ഈ ഗവൺമെൻറ് തീരുമാനിച്ചോ. ഒരു കുഴപ്പമില്ല, ഞങ്ങളതിനൊന്നും എതിരല്ല. വിഴിഞ്ഞം കരാറിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യം ഉണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ആവശ്യപ്പെട്ടത്. വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് LDF മുമ്പ് ഉന്നയിച്ച വിമർശനങ്ങൾ സാധൂകരിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഇതിൽ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ആ കരാറിലെ ഒട്ടേറെ വ്യവസ്ഥകളോട് ഉള്ള വിയോജിപ്പ് അന്ന് നിയമസഭക്കകത്തും പുറത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM പ്രകടിപ്പിച്ചതാണ്. അന്ന് ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അദാനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലാണ് ആ കരാറിൽ പല വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഈ കരാർ എങ്ങനെയാണ് ഉണ്ടായത്, എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യം ഇത്തരം വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു തുടർ പരിശോധനയ്ക്ക് ഗവൺമെൻറ് സന്നദ്ധമാകണം. UDF സർക്കാരിൻ്റെ കാലത്തെ വിവാദ ഭൂമി ഇടപാടുകൾ പരിശോധിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. ബിജു പ്രഭാകറിനെതിരെ ആരോപണവുമായി രാജു നാരായണസ്വാമി. ബിജു പ്രഭാകറിന്റെ IAS വ്യാജമാണെന്ന് രാജു നാരായണസ്വാമി. IAS റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്നും രാജു നാരായണസ്വാമി പറഞ്ഞു. ബിജു പ്രഭാകറിന് IASന് ഉള്ള ശുപാർശ ചെയ്തവരും കുടുങ്ങും. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നു. ജീവൻ കുമാർ, കൃഷിവകുപ്പ് സെക്രട്ടറിയും ആയിട്ടുള്ള ഈ ഭിന്നത ഒരുപക്ഷെ എന്തൊക്കെയാകും ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ? അജിംഷാദ്, കൃഷി വകുപ്പിലെ രണ്ട്
പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ രാജു നാരായണസ്വാമിയും അതോടൊപ്പം കൃഷി വകുപ്പിന്റെ ഡയറക്ടറായ ബിജു പ്രഭാകർ IAS തമ്മിലുള്ള ഭിന്നതയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും രാജു നാരായണസ്വാമിയുടെ ആരോപണങ്ങൾ ഇപ്രകാരമാണ്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു കൺസൾട്ടന്റിനെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനായി 1 ലക്ഷം രൂപയുടെ ചിലവ് അധികമായി ബിജു പ്രഭാകരന്റെ പിടിപ്പുകേട് മൂലം വന്നു എന്നതാണ് പ്രധാനമായും രാജു നാരായണസ്വാമിയുടെ ആരോപണങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ കാര്യത്തിൽ അവർ ഉന്നയിക്കുന്നത് രാജു നാരായണസ്വാമി ഉന്നയിക്കുന്നത് വകുപ്പിലെ പ്രധാനപ്പെട്ട ചില നിയമനങ്ങൾ, വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാന നിയമനങ്ങളിൽ അനധികൃതമായി ബിജു പ്രഭാകർ IAS ഇടപെടുകയും അനധികൃതമായ ആളുകളെ നിയമിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു രാജു നാരായണസ്വാമിയുടെ പരാതി. അതോടൊപ്പം ബിജു പ്രഭാകറിന്റെ വ്യാജമാണ് എന്നൊരു ആരോപണവും രാജു നാരായണസ്വാമി ഉയർത്തുന്നുണ്ട്. ഇതിനായി താൻ കേന്ദ്രത്തെ സമീപിക്കുമെന്നും അദ്ദേഹം അനൌദ്യോഗികമായ മാധ്യമങ്ങളോട് മാധ്യമ പ്രവർത്തകരോട് ഇക്കാര്യം പങ്കുവച്ചു. എന്നാൽ ഇതിന് അല്പസമയങ്ങൾക്ക് മുമ്പ് കൈരളി PPTV അടക്കമുള്ള മാധ്യമങ്ങളോട് ബിജു പ്രഭാകർ IAS നേരിൽ കണ്ട് ഇതിന്റെ സത്യസ്ഥിതി, ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തി. തനിക്ക് തന്റെ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ തന്റെ മേലുദ്യോഗസ്ഥനായ രാജു നാരായണസ്വാമിയുമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും തനിക്ക് വ്യക്തിപരമായില്ല. എന്നാൽ രാജു നാരായണസ്വാമിക്ക് തന്നിൽ വിശ്വാസമില്ല. അതാണ് യഥാർത്ഥ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. എന്നാലും ഈ സാഹചര്യത്തിൽ താൻ ഈ വകുപ്പിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം തന്നെ ഈ വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് താൻ വകുപ്പ് മന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാജു നാരായണസ്വാമി അഭിപ്രായ വ്യത്യാസം പോലെ തന്നെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഇതിനു മുമ്പ് ലീവ് എടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. വകുപ്പിൽ തന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുള്ളത് കൊണ്ടാണ് തന്റെ കീഴിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്റെ വകുപ്പിലെ തന്നെ വിജിലൻസ് ഓഫീസർ കൊണ്ട് തനിക്കെതിരെ ഒരു അന്വേഷണത്തിന് രാജു നാരായണസ്വാമി തുനിയുന്നു. ഈ സാഹചര്യത്തിൽ തന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ടാണ് തനിക്ക് തോന്നുന്നത്. തനിക്കെതിരെ താൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറായി പ്രവർത്തിക്കുമ്പോഴും ലോട്ടറി വകുപ്പിന്റെ ഡയറക്ടറായിരുന്നപ്പോഴും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരുന്നപ്പോഴും ഒക്കെ നിരവധി ആളുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അവർ തനിക്കെതിരെ ഒരു വലിയ ലോബിയായി തിരിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ തെറ്റിദ്ധാരണയിലായിരിക്കാം ഒരുപക്ഷെ രാജു നാരായണസ്വാമി ഇപ്പോൾ തനിക്കെതിരെ പറയുന്നത് എന്നാണ്. പക്ഷേ രാജു നാരായണസ്വാമിയുടെ ഒരു ആരോപണം, ബിജു പ്രഭാകർ ഇസ്രയേലിൽ നിന്നെത്തിയ അനധികൃതമായ ഒരു സംഘത്തിന് പൈസ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിസമ്മതിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു എന്നതടക്കമാണല്ലോ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ IASന്റെ വിഷയവും ഇത്തരം ഒരു കാര്യവും പറഞ്ഞുള്ള ഇത് കേവലം കോൺഫ്ലിക്റ്റ് ആയിട്ട് മാത്രം കാണാനാകുമോ? എങ്ങനെയാണ് ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? അതിനുള്ള വിശദീകരണവും ബിജു പ്രഭാകറിന്റെ ഭാഗത്തു നിന്ന് തന്നിരുന്നു. അദ്ദേഹം ഈ ഇസ്രായേലിൽ നിന്നും വന്നിട്ടുള്ള കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നാഷണൽ കൺസൾട്ടന്റായി നേരത്തെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൺസൾട്ടൻസിയെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തേണ്ടത് ബന്ധപ്പെട്ട വകുപ്പാണ്, അല്ലാതെ താൻ ഒറ്റയ്ക്കല്ല. നിലവിൽ അദ്ദേഹം കേരളത്തിൽ വിസിറ്റിന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണത്തിനായി ചിലവാകുകയും അതോടൊപ്പം ഹോട്ടൽ താമസത്തിനടക്കം ചിലവായ തുക മാത്രമാണ് ഇവിടെ ചിലവായിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഓണറേറിയവും ഇവിടെ നൽകിയിട്ടില്ല. അദ്ദേഹം വട്ടവിള കാന്തല്ലൂർ. ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൃഷി വകുപ്പ് ഡയറക്ടറും വകുപ്പ് സെക്രട്ടറിയും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. ബിജു പ്രഭാകരന്റെ IAS വ്യാജമാണെന്ന് വരെ രാജു നാരായണസ്വാമി. ഇതിന്റെ സമഗ്രമായ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ പതക്കം തിരിച്ചു കിട്ടി. കാണിക്കവഞ്ചിയിൽ നിന്നാണ് പതക്കം കണ്ടെടുത്തത്. വിഷുദിനത്തിലായിരുന്നു പതക്കം കാണാതായത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, എങ്ങനെയാണ് കാണിക്കയിൽ തിരിച്ചത് കണ്ടെത്തിയത്? അജിൻഷാദെ, അത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വിഷുവിന് വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷം, ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ഈ സ്വർണ്ണപ്പതക്കം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. വിലമതിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്വർണ്ണ പതക്കമാണ് നഷ്ടപ്പെട്ടത്. ഇത് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുന്നതാണ്. വിശേഷ ദിവസങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് ചാർത്താറുള്ളത്. കഴിഞ്ഞ 19-ാം തീയതിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നു. ലോക്കൽ പോലീസും അതോടൊപ്പം തന്നെ സൈബർ സെല്ലും ദേവസ്വം ബോർഡിന്റെ അന്വേഷണ സംഘം അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ക്ഷേത്രക്കുളം 3 കുളങ്ങളും പറ്റിക്കുകയുണ്ടായി. ഇതിൽ നിന്നൊന്നും തന്നെ ലഭിച്ചില്ല.
ഇതിനിടയിൽ 2 തവണ ഭണ്ഡാരങ്ങൾ, അതായത് ക്ഷേത്രത്തിലെ ഭണ്ഡാര കാണിക്കവഞ്ചികളൊക്കെ തന്നെ തുറന്നു പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നും തന്നെ ഈ സ്വർണം പതക്കാൻ ലഭ്യമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നാണ് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് ലഭിച്ചത്. അല്പസമയം മുമ്പാണ് ഇത് അമ്പലപ്പുഴ തീരുന്നതിലേക്കുള്ള പോലീസ് സംഘം അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. നേരത്തെ ദേവസ്വം ക്ഷേത്രത്തിന് ഉള്ളിൽ, അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ഉള്ളിൽ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഭരണാധികാരികൾ തമ്മിലുള്ള വടംവലികൾ നേരത്തെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ക്ഷേത്രത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിലുള്ള പകപോക്കലിന് പിന്നിലാണോ ഇത് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ദേവസ്വം ഭാരവാഹികളെയും മറ്റും നിരവധി പേരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചില്ല. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഇത് ലഭിച്ചിരിക്കുന്നത്. ഇത് മുൻപും ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളൊക്കെ തന്നെ പൊട്ടിച്ച് പരിശോധന നടത്തിയിരുന്നു എങ്കിൽ തന്നെയും ഇതൊന്നും ലഭ്യമായിരുന്നു. ക്ഷേത്രകുളങ്ങൾ 3 തവണ വറ്റിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ മുഴുവൻ വിശ്വാസികൾ അടക്കമുള്ളവരെ. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. കൊച്ചി നഗരത്തിലെ ഡേ കെയറിൽ കുട്ടികൾക്ക് നേരെ ക്രൂരപീഡനം. 1.5 വയസ്സുള്ള കുട്ടിയെ ഡേ കെയർ നടത്തിപ്പുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി രക്ഷകർത്താക്കളും എത്തി. നടത്തിപ്പുകാരി മിനിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്ഥാപനം അടച്ചുപൂട്ടി. പാലാരിവട്ടത്തെ കളിവീടെന്ന ഡേ കെയർ സെന്ററിലെ ദൃശ്യങ്ങളാണിത്. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോട് സ്ഥാപന നടത്തിപ്പുകാരി മിനിയാണ് ഈ ക്രൂരത കാണിക്കുന്നത്. ഒരു രക്ഷിതാവ് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങളിൽ കുട്ടിയെ ഉപദ്രവിക്കുന്നത് വ്യക്തമായി കാണാം. ദൃശ്യങ്ങൾ വാർത്തയായതോടെ വിവരമറിഞ്ഞ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി ഡേ കെയറിന് മുന്നിലെത്തി. വിവരമറിഞ്ഞ് പോലീസെത്തി നടത്തിപ്പുകാരി മിനിയെ കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഉടമയ്ക്കും നടത്തിപ്പുകാരിക്കുമെതിരെ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചാണ് കേസ്. സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലുണ്ട്. ഇവിടെ 3 ജീവനക്കാരാണുള്ളത്. ഇവരാണ് ഇതിന്റെ ഹെഡും ഓളിനോളും. കുട്ടികളുടെ ശരീരത്തിൽ പാടുകൾ കണ്ടതോടെയാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നിത്തുടങ്ങിയത്. അന്വേഷിച്ചെത്തിയ രക്ഷിതാക്കളോട് കുട്ടികൾ വീണപ്പോഴുണ്ടായ പാടുകളാണെന്നായിരുന്നു നടത്തിപ്പുകാരിയുടെ വിശദീകരണം. പ്രതിമാസം 1000 മുതൽ 3000 രൂപ വരെ ഈടാക്കിയായിരുന്നു ഇവിടെ കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഡേ കെയറിൽ തങ്ങളുടെ പിഞ്ചുകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ദുരിതത്തിന്റെ ഞെട്ടലിലാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളോട് ക്രൂരത. മോഷ്ടിച്ചു എന്നാരോപിച്ച് കുഞ്ഞുങ്ങളെ തലമൊട്ടയടിച്ച് ചെരുപ്പുമാല അണിയിക്കുകയും കുട്ടികളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവത്തിൽ ബേക്കറി ഉടമയും 2 മക്കളും കസ്റ്റഡിയിലായി. മഹാരാഷ്ട്രയിലെ താനെ ഉല്ലാസ് നഗറിൽ ശനിയാഴ്ച രാത്രിയാണ് കുഞ്ഞുങ്ങൾക്കെതിരെ ക്രൂരത അരങ്ങേറിയത്. ബേക്കറിയിൽ നിന്ന് 1 പാക്കറ്റ് പലഹാരം മോഷ്ടിച്ച് കഴിച്ചുവെന്നാരോപിച്ചാണ് കടയുടമയായ മെഹ്മൂദ് ഭട്ടാൻ എന്നയാളും അയാളുടെ മക്കളും ചേർന്ന് കുട്ടികളെ തലമുണ്ടനം ചെയ്യിക്കുകയും വിവസ്ത്രരാക്കി ചെരുപ്പ് മാല അണിയിച്ച് തെരുവിലൂടെ നടത്തിക്കുകയും ചെയ്തത്. സംഭവം കണ്ടുനിന്ന നാട്ടുകാർ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ കണ്ടാണ് വീട്ടുകാർ വിവരമറിഞ്ഞത്. കുട്ടികളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിന്മേൽ ഇന്നലെ അർദ്ധരാത്രിയോടെ മെഹ്മൂദിനെയും മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പോസ്കോ നിയമപ്രകാരവും ക്രിമിനൽ ബുദ്ധിയോടെ അപമാനപ്പെടുത്തുക, മാനഹാനി, മനഃപൂർവ്വം ഉപദ്രവിക്കുക എന്നീ വകുപ്പുകൾ പ്രകാരവുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. അതിർത്തിയിൽ തുടരുന്ന പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകിയതായി ഇന്ത്യ. കശ്മീരിലെ നൌഷാര മേഖലയിൽ പാക് സൈനിക പോസ്റ്റുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടു. പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബീഹാറിലെ തേജ്പൂരിന് സമീപം ഇന്ത്യൻ വ്യോമസേനാ വിമാനം കാണാതായി. പരിശീലന പറക്കൽ നടത്തുമ്പോഴാണ് സുഖോയ് 30 എന്ന വിമാനം ചൈനീസ് അതിർത്തിക്ക് സമീപം കാണാതായത്. 2 പൈലറ്റുമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിനായി തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം റഡാറിൽ നിന്നും കാണാതായതെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. ഔദ്യോഗിക വാഹനത്തിൽ സീരിയൽ നടിക്കൊപ്പം കറങ്ങിയ ജയിൽ DIG പ്രദീപിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. ജയിൽ DGP R ശ്രീലേഖയാണ് ഉത്തരവിട്ടത്. സംസ്ഥാന ജയിൽ DIG B പ്രദീപിനെതിരെ നേരത്തെയുള്ള ആക്ഷേപങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ പരാതി വന്നത്. DIG B പ്രദീപ് ഔദ്യോഗിക വാഹനത്തിൽ സീരിയൽ നടിയുമായി കറങ്ങിയെന്നതാണ് പരാതി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഈ പരാതി ജയിൽ മേധാവി R ശ്രീലേഖയ്ക്ക് കൈമാറുകയായിരുന്നു.
പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ADGP R. ശ്രീലേഖ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജയിൽ IG ഗോപകുമാറിനാണ് അന്വേഷണ ചുമതല. മാർച്ചിൽ നടന്ന പത്തനംതിട്ട ജില്ലാ ജയിലിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സീരിയൽ നടിയെ ഉൾപ്പെടുത്തിയത് DIG പ്രദീപായിരുന്നു. കറുത്തമുത്ത എന്ന സീരിയലിലെ നടിയെ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഔദ്യോഗിക വാഹനത്തിൽ DIG പ്രദീപ് തന്നെയാണ് എത്തിച്ചത്. ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി വേണമെന്നതാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ഉൾപ്പെടെയുള്ള പല ജയിലുകളിലെയും ചടങ്ങുകളിൽ സീരിയൽ നടികളെ കൊണ്ടുവരുന്നത് പ്രദീപാണെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിൽ വരുന്ന സീരിയൽ താരങ്ങൾക്ക് ജയിൽ DIG തന്റെ ക്വാർട്ടേഴ്സിൽ ഭക്ഷണം നൽകാറുണ്ടെന്നും ആരോപണമുണ്ട്. വനിതാ ജയിൽ സൂപ്രണ്ടിന്റെ സഹായത്തോടെയാണ് സൗജന്യമായി ഭക്ഷണം എത്തിക്കുന്നതെന്നും പറയപ്പെടുന്നു. മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത പരിപാടിയിൽ പ്രശസ്തരല്ലാത്ത സീരിയൽ നടികളെ പങ്കെടുപ്പിച്ചത് ഏറെ ആക്ഷേപത്തിനും വഴിവെച്ചു. അതേസമയം പരാതിയിന്മേൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയുണ്ടാകുമെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടും വരൾച്ച കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു ഗ്രാമത്തിന് നന്മയുടെ തെളിനീരുറവയുമായ ഒരു മനുഷ്യൻ. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ വാസുദേവൻ നമ്പൂതിരിയാണ് തൻ്റെ 4 സെന്റ് സ്ഥലം കുളം കുഴിക്കാനായി പഞ്ചായത്തിന് നൽകിയത്. വരണ്ടുണങ്ങിയ മനസ്സിലിടത്ത് ഞാനായിട്ടെന്തിന് നിറഞ്ഞു തുളവിടമെന്ന് കിണർ പറഞ്ഞത്രേ. ഇതിനൊരു തിരുത്തിയെഴുത്താണ് ഇനി. നിറഞ്ഞു തുളുമ്പുന്ന മനസ്സിലിടത്ത് ഞാനെന്തിന് പിശുക്ക് കാട്ടണമെന്ന് കിണർ. ഇതറിയണമെങ്കിൽ കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തുകാരോട് ചോദിക്കണം. അവർ വാസുദേവൻ നമ്പൂതിരി എന്ന വ്യക്തിയെപ്പറ്റി പറയും. വറ്റിവരണ്ട ഗ്രാമത്തിൽ ഒരു തുള്ളി വെള്ളത്തിനായി പരിശ്രമിക്കുന്ന പഞ്ചായത്തിന് തന്റെ 4 സെന്റ് ഭൂമി കുളം നിർമ്മിക്കാനായി നൽകിയിരിക്കുകയാണ് ഈ വ്യക്തി. പെരുമണ്ണ പഞ്ചായത്തിൽ ഇങ്ങനെ കുടിവെള്ളക്ഷാമം വലിയ പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പം വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിച്ച് 4 സെന്റ് സ്ഥലം വിട്ടുതരുന്ന ഒരു സമീപനം ഉണ്ടായത്. വളരെ നന്ദിയുണ്ട്. പണി പൂർത്തിയാവാൻ 2 മാസം കൂടി എടുക്കുമെങ്കിലും വറ്റിവരണ്ട ആ പ്രദേശത്തിന് ഈ കുളം സമ്മാനിക്കുന്ന തണുപ്പ് ചെറുതൊന്നുമല്ല. പൂർവികരാൽ കൈമാറി കിട്ടിയ ഭൂമിയിൽ നിന്നാണ് വാസുദേവൻ നമ്പൂതിരി 4 സെന്റ് സ്ഥലം കുളം നിർമ്മാണത്തിനായി പഞ്ചായത്തിന് വിട്ടു നൽകിയിരിക്കുന്നത്. 9 ലക്ഷം രൂപയുടേതാണ് ഈ പദ്ധതി. ഒരു ഗ്രാമത്തിന്റെ തന്നെ ഏറ്റവും വലിയ ആശ്രയമായ ഈ കുളം പണിതീർത്തു വരുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് സംതൃപ്തി കാണാം. ഇത് നന്നായി കാണുന്നതിലൊരു സന്തോഷം. അതിന് പഞ്ചായത്ത് ഇടപെട്ട് നല്ലൊരു കുടിവെള്ള സംഭരണി ഉണ്ടാക്കുന്നതിൽ അതിൽ നമുക്ക് നമ്മളെ സ്ഥലത്ത് അങ്ങനെ നല്ലൊരു ജലാശയം ഉണ്ടാകുന്നതിൽ ഒരു സന്തോഷം തോന്നും. ഇവിടെ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം തലമുറകൾ നന്മയോടെ സ്മരിക്കപ്പെടുന്ന പേരുകൂടിയാവും ഈ മനുഷ്യന്റേത്. വരൾച്ച അനുദിനം വർദ്ധിക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ച കൂടിയാവുകയാണ് ഈ ഇടം. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.